നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല, സഞ്ജു വി സാംസൺ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വേൾഡ് കപ്പ് ഹീറോ ആണ് സഞ്ജു സാംസൺ. പക്ഷേ ഇപ്പോൾ ഈ അവസാനം നടന്ന 3 T20 താരം ഫോമല്ല എന്ന് പറഞ്ഞ് യങ് ടീനേജർ വൈഭവ് സൂര്യവംശിക്ക് ഓപ്പണിംഗ് സ്ഥാനം അദ്ദേഹം വിട്ടുകൊടുക്കണമെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? നമുക്കതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ കേരളത്തിൽ നിന്നുള്ള സഞ്ജു സാംസൺ ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും അതുപോലെ അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് കൊടുക്കണമെന്നല്ല. യാഥാർത്ഥ്യത്തിൽ സഞ്ജു വി സാംസണ് മാത്രമല്ല ഈ പരിഗണന ലഭിക്കാത്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ അവസാനം 3 T20 സഞ്ജു സാംസന്റെ സ്കോറുകൾ ഇതാണ്. ഒരെണ്ണം അയർലൻഡിനെതിരെ 5 റണ്ണിന് പുറത്തായി, ഒരു കളി ഡക്കായിരുന്നു, ഗോൾഡൻ ഡക്ക്. ഇപ്പോൾ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടിനെതിരെ 1 റണ്ണാണ് താരെടുത്തത്. അപ്പോൾ ഇതാണ് അവസാനം 3 T20 സ്കോറുകൾ. അതേ വേല എന്നുള്ള കാര്യം ആലോചിക്കും. പക്ഷേ ഈ 3 മത്സരത്തിലും സഞ്ജു സാംസൺ മാത്രമല്ല തിളങ്ങാത്തത്, അതാണ് യാഥാർത്ഥ്യം. ഇഷൻ കിഷാൻ ഫോം ഔട്ടാണ് 3 മത്സരത്തിൽ. അഭിഷേക് ശർമ്മ മാത്രമാണ് അവിടെ കളിച്ചിരിക്കുന്നത്. പിന്നെ തിലക് വർമ്മ ഒരു 50 ഉണ്ടെന്നുണ്ടെങ്കിലും ആ 50 എത്ര ബോളിലാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ശ്രേയസ് അയ്യർ ഇന്നലെയാണ് ഫോം ആയത്. അത് ആദ്യ 2 കളികളെ ഈ ഒരു ഫോം ഔട്ടായിരുന്നു. അപ്പോൾ ആരും തന്നെ കച്ചി പിടിക്കാത്തതാണ്. അപ്പോൾ ഒരാളെ മാത്രം നമ്മൾ അവസാനം കുറ്റം ആരോപിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ത് വന്നാലും അവസാനം സഞ്ജു വി സാംസന്റെ പേരാണ് വരുന്നത്, മീഡിയയിലും എല്ലായിടത്തും. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം സഞ്ജു, നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ IPL നടന്നതാണെങ്കിൽ വെറും 1 മാസം മുമ്പാണ് IPL. അതിനു മുമ്പ് ഇന്ത്യ വേൾഡ് ചാമ്പ്യൻസ് ആണ്. ഇന്ത്യയുടെ ജേഴ്സിയുടെ ചെസ്റ്റിൽ നമുക്ക് നോക്കിയാൽ അറിയാം, അവരുടെ ജേഴ്സിയിൽ അവിടെ 3 സ്റ്റാർ കാണാൻ പറ്റും. ആ 3 സ്റ്റാറിൽ 3ാമത്തെ സ്റ്റാർ വരെ ഒരു റീസൺ സഞ്ജു വി സാംസൺ ആണ്. അവസാനം 3 ഇന്നിങ്സുകൾ ലോകകപ്പിൽ അദ്ദേഹം നേടിയ സ്കോർസ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നിങ്ങൾ മറന്നവർക്ക് വേണ്ടിയാണ് പറയണത്. 97 വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്, 89 വേഴ്സസ് ഇംഗ്ലണ്ട്, 89 വേഴ്സസ് ന്യൂസിലൻഡ്. 3 കിടുക്കാറ്റ് സ്കോറുകളാണ്. അതിനുശേഷം ഒരു IPL കളിക്കുന്നു, 2 സെഞ്ചുറി താരം നേടുന്നു. അവിടെയും മോശമാക്കിയിട്ടില്ല. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ആദ്യമായിട്ടാണ് താരം കളിക്കുന്നത്. അതിനുശേഷം താരം തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു. ജസ്റ്റ് ഒരു 3 കളി ഫോം ഔട്ട് ആകുമ്പോഴേക്കും താരത്തിനെ പിടിച്ച് പുറത്തിടണം എന്ന് പറയേണ്ടവരോട് ഒന്നേ പറയാനുള്ളൂ, എല്ലാ കളിക്കാരും ഇന്ത്യൻ ടീമിൽ ഫോമിലും നല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കളി ആരെങ്കിലുമൊക്കെ ഫോം ആയിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോകകപ്പ് വരെ ഇന്ത്യ പോയിരുന്നത്. ആക്ച്വലി ലോകകപ്പിന് മുമ്പത്തെ മത്സരങ്ങളിൽ സഞ്ജു ഫോം ഔട്ട് ആയിരുന്നു. പക്ഷേ ലോകകപ്പ് പോലെ ഒരു വലിയ വേദി വന്നപ്പോൾ, പ്രഷർ സിറ്റുവേഷൻ വന്നപ്പോൾ എല്ലാവരും തകർന്നു പോയപ്പോൾ സഞ്ജു വി സാംസൺ അവിടെ പിടിച്ചു നിന്നുകൊണ്ടാണ് ഇന്ത്യക്ക് ആ കിരീടം കിട്ടിയത്. അത് മറക്കരുത്. ഒരു 2-3 സീരീസ് നോക്കിയിട്ട് വേണം മിനിമം നമ്മളൊരു പ്ലെയറെ വിലയിരുത്താൻ. അല്ലാതെ ജസ്റ്റ് ഒരു 3 അത് അയർലൻഡിനെതിരെ 2 T20 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്ക് സീരീസിൽ. ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ 1ാമത്തെ മത്സരം അത് കണക്കിൽ കൂട്ടൂല. കാരണം ഇന്നലത്തെ മത്സരം മഴ പെയ്തുകൊണ്ട് നടക്കാത്തതിനാൽ തന്നെ ഇന്നലത്തെ മത്സരം ഒഫീഷ്യലി ക്യാൻസൽഡ് ആണ്. ആരുടെ സ്കോർ ബോർഡും ഒന്നും കൂട്ടില്ല. മറ്റേ എന്താ പറയുക, ഒന്നിലും ആഡ് ചെയ്യില്ല. അവരെ പേഴ്സണൽ മൈൽ സ്റ്റോണിൽ അതിലൊന്നിലും അവർ ആഡ് ചെയ്യില്ല. അപ്പം അതിനാൽ തന്നെ 2 ഇന്നിങ്സേ സഞ്ജുവിന് ശരിക്കും ഒഫീഷ്യലി കഴിഞ്ഞിട്ടുള്ളൂ അയർലൻഡിനെതിരെ. ആ ഒരു 2 ഇന്നിങ്സ് കൊണ്ട് വിലയിരുത്താൻ പറ്റുന്നതാണ് ഒരു വേൾഡ് കപ്പ് ഹീറോ. ഇപ്പം എല്ലാവരും ചോദിക്കും സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയിരുന്നു. സൂര്യകുമാർ യാദവ് കഴിഞ്ഞ 1 വർഷമായി ഇന്ത്യക്ക് തലവേദനയാണ്. അതാണ് യാഥാർത്ഥ്യം. ആകെ USA-ക്കെതിരെ 1ാം മത്സരത്തിൽ വേൾഡ് കപ്പിനെ മാത്രമാണ് സൂര്യകുമാർ യാദവ് ശരിക്കും 360 കളിച്ചിട്ടുള്ളൂ. പിന്നെയുള്ള മത്സരങ്ങളിലും എത്ര സീരീസ് അവസരം കൊടുത്തു. അതുകൊണ്ടാണ് ശ്രേയസ് അയ്യരെ കൊണ്ടുവരേണ്ടി വന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു മാറ്റം, എന്താ പറയുക, സഞ്ജു സാംസൺ ഗെയിം സ്റ്റൈൽ ഒന്നും മാറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണ്. അത് ആദ്യ കളിയിൽ വിക്കറ്റ് പോയപ്പോൾ നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ആ പഴയ ശൈലിയിൽ തന്നെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിച്ച് കളിക്കാൻ അടിച്ചെടുത്തിട്ടാണ് സ്റ്റംപ് പോയത് ഫസ്റ്റ് കളിയിൽ. 2ാം കളിയിൽ LB ആണ്. അദ്ദേഹം ഇങ്ങനെ മുട്ടി നിൽക്കാനുള്ള ഒരു പ്ലാനൊന്നും എനിക്ക് തോന്നിച്ചിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ 3 മത്സരം കണ്ടിട്ട്. അപ്പോൾ ഇനി വരുന്ന 4 മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ ബാക്കിയുണ്ട്. പിന്നെ ഒരു കാര്യം, വൈഭവ് സൂര്യവംശി ജസ്റ്റ് 15 വയസ്സ് ഏജ് ആയിട്ടുള്ളൂ. സഞ്ജു സാംസൺ 17ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചതാണ്. പിന്നെ കളിക്കുന്ന 29ാം വയസ്സിൽ. ആലോചിക്കണം, 10-11 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ചാൻസ് കൊടുക്കണത്. അപ്പോൾ അതിനിടയിൽ IPL മിന്നും ഫോമിൽ തന്നെ സഞ്ജു കളിച്ചിട്ടുണ്ട്. കുറേ സീസൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് രാജസ്ഥാന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഡൽഹിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പം അന്നൊന്നും ആരും ഈ പറയണവരൊന്നും കണ്ടില്ലല്ലോ. ഇത് കേരളത്തിലെ കുറേ ആൾക്കാർക്ക് സഞ്ജു സാംസൺ എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കണം. ഒരു 15 വയസ്സുകാരൻ്റെ ചാൻസ് കളയുന്നു. എന്ത് കളയുന്നു? വൈഭവ് സൂര്യവംശിനെ ഇറക്കിയാൽ എനിക്ക് തോന്നുന്നില്ല അയർലൻഡ് പിച്ചുള്ള അദ്ദേഹം റൺ എടുക്കുമായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ബെസ്റ്റ് ബാറ്ററാണ് ഇല്ല എന്നൊന്നും പറയും. പക്ഷേ ഇതൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് എല്ലാവരും കടന്നു വരുന്ന വഴികൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ട്രോൾ ഇന്നലെ ഞാൻ കണ്ടു ഒരു പേജിൽ, വൈഭവിനെ വെള്ളം കുപ്പി ഗ്രൗണ്ടിൽ കൊണ്ടുകൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. സഞ്ജുവിനെ പോലെയുള്ള മരവാഴകൾ ബാറ്റ് ചെയ്ത് റണ്ണെടുക്കണില്ല, ടീമിൽ സ്ഥിരസ്ഥാനം, ഗൗതം ഗംഭീറിൻ്റെ പെറ്റാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സഞ്ജു സാംസണും കുറേ വെള്ളം താങ്ങി നടന്നുണ്ട്. നിങ്ങൾ ആ കാലമൊന്നും മറക്കരുത്. പറയുമ്പോൾ എല്ലാം നമ്മൾ ഓർക്കണമല്ലോ. കഴിഞ്ഞു പോയ കാലം ആരും ഓർക്കില്ല. പക്ഷെ അങ്ങനെ ഒരു കാലം സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. എത്രയോ കൊല്ലങ്ങൾ, എത്രയോ സീരീസ് സഞ്ജുവിൻ്റെ ബാക്കപ്പായിട്ട് ചുമ്മാ ടീമിൽ വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്.
പക്ഷെ അതെല്ലാം കഴിഞ്ഞ് താരത്തിനൊരു ചാൻസ് കിട്ടിയപ്പോൾ താരം അത് മുതലെടുത്തു. സത്യം 2 വേൾഡ് കപ്പ് വിന്നറാട്ടോ, ഒരു വേൾഡ് കപ്പ് അല്ല. പിന്നെ ഫസ്റ്റ് വേൾഡ് കപ്പിൽ താരത്തിന് അവസരം കൊടുത്തിരുന്നു, വെറും വെള്ളം കൊടുക്കാനല്ല ഉപയോഗിച്ചിരുന്നത്. അന്ന് ഋഷഭ് പന്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ല. വേൾഡ് കപ്പിൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഫോം ആയതുകൊണ്ടാണ് നമുക്ക് ആദ്യ ലോകകപ്പ് കിട്ടിയത്. എന്താ പറയുക, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ അന്ന് കോഹ്ലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് വേൾഡ് കപ്പ് നമുക്ക് പോകുന്നത്. അതിനുശേഷം ഋഷഭ് പന്തിനെ പുറത്താക്കി, കാരണം അത്രയും മോശമായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സഞ്ജു വന്നതിന് ശേഷം സഞ്ജു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ സെഞ്ചുറികളും എല്ലാമായി താരം ഫോം ആവുന്നുണ്ട്. പിന്നെ അഭിഷേക് ശർമ്മയായിട്ട് അദ്ദേഹത്തിന് മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മ എത്ര കളി ഡക്ക് പോയി, വെറും ഫോമില്ലാത്ത അഭിഷേക് ശർമ്മ അവസാന ഫൈനലല്ലേ ഫോം ആയത്, എത്ര ചാൻസ് കൊടുത്ത്. 6 മത്സര ഫോമല്ലാത്ത അഭിഷേക് ശർമ്മയ്ക്ക് 7ാം മത്സരത്തിലല്ലേ അവസരം കൊടുത്തത്. അപ്പം അതന്നെയാണ് പറഞ്ഞത്, എല്ലാ പ്ലേയേഴ്സിനും ഒരു സമയമാകുമ്പോൾ ചെറിയൊരു പീക്ക് എന്നൊക്കെ കുറയുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരും, അവർക്ക് ചെറിയൊരു സമയം കൊടുക്കണം. ഇതിപ്പോൾ ശരിക്കും ഇന്ത്യൻ സെലക്ടേഴ്സ് സഞ്ജുവിനെ മേൽ പ്രഷർ ചെയ്യിപ്പിക്കുകയാണ്. കാരണം വൈഭവിനെ പോലെ ഒരു താരത്തിനെ ടീമിലെടുത്തിട്ട് കളിപ്പിക്കാതിരിക്കുമ്പോൾ ഓൾറെഡി ജനരോഷം വരും, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ വൈഭവിനെ ഇപ്പോൾ ടീമിലെടുക്കാൻ പാടില്ലായിരുന്നു. വെറും ഒരു 1.5 IPL സീസൺ കൊണ്ടാണ് വൈഭവിനെ ടീമിലെടുത്തിരിക്കുന്നത്. വേറെ എത്രയോ മികച്ച കളിക്കാർ ഇതിലും നല്ല ഡൊമസ്റ്റിക് സീസൺ കളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. അപ്പം എന്താ, അതിനൊന്നും ആർക്കും ഒരു ഉത്തരമില്ലല്ലോ. അതാണ് പറയണത്, ഇത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. 15 വയസ്സുകാരന് ഇനിയും സമയം കിടക്കുന്നു, എക്സ്പീരിയൻസ് ആദ്യം ഉണ്ടാക്കണം. സഞ്ജു അന്ന് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ഓർമ്മയുണ്ട്, വേൾഡ് കപ്പ് അടിച്ചിട്ട് ഞാൻ കുറേ കൊല്ലം ബെഞ്ചിൽ ഇരുന്ന് കണ്ടു, എൻ്റെ സീനിയർ പ്ലേയേഴ്സ് കളിക്കുന്ന കളി കണ്ടു. അപ്പോൾ എനിക്കറിയാം എങ്ങനെയാണ് ടഫ് സിറ്റുവേഷൻസ് നേരിടേണ്ടതെന്ന്, ചലഞ്ചസ്. അത് അദ്ദേഹം പ്രൂവ് ചെയ്ത് വേൾഡ് കപ്പിൽ. ഇത് തന്നെയാണ് വൈഭവം ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളം കൊടുക്കാനൊന്നുമല്ല നോക്കണ്ടേ, ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. സീനിയർ താരങ്ങളുടെ മത്സരങ്ങൾ ബെഞ്ചിലിരുന്നാൽ കാണുമ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നു, ഡ്രസ്സിംഗ് റൂമിൽ അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം കണ്ടു പഠിക്കണം. എന്നിട്ടാണ് വൈഭവിന് ഇനി ഭാവിയിലേക്ക് അത് മുന്നോട്ട് വരുമ്പോൾ സൂപ്പർ ബാറ്റ്സ്മാനായി മാറാൻ പറ്റുള്ളൂ. വൈഭവിന് ആരും ഇവിടെ കുറ്റം പറയുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ സെലക്ടേഴ്സ് അജിത് അഗാക്കറും ടീമും ഒരു പണി കൊടുത്ത് തന്നെയാണ് ചുമ്മാ വൈഭവിനെ ടീമിലെടുത്തിട്ട്. പിന്നെ അവരിപ്പോൾ ചെയ്യുന്നുണ്ടത് ഒരു പോളിസി ഇറക്കിയേക്കാണ്, വിക്കറ്റ് കീപ്പിംഗ് പോളിസി. ഒരു കളി ഇഷാൻ വിക്കറ്റ് കീപ്പ് ചെയ്ത, ഒരു കളി സഞ്ജു ചെയ്യും, മാറി മാറി പോളിസി ഇറക്കിയേക്കാണ്. അപ്പോൾ അവിടെയും നമുക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. പ്രഷർ കൊടുക്കാണ് സഞ്ജുവിന്. പക്ഷേ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, എത്രയൊക്കെ പ്രഷർ കൊടുത്താലും എന്തൊക്കെ ചെയ്താലും സഞ്ജു സാംസൺ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമായി വന്ന കളിക്കാരനാണ്. അല്ലാണ്ട് ആരെയും എന്താ പറയുക, ഒരു ലോബിയുടെ ഒരു ഇതിലോ വന്ന് കയറി പറ്റി കളിച്ചവനല്ല. കഴിവ് കൊണ്ട് 2 ലോകകപ്പ് കളിച്ച് ഇന്ത്യക്ക് വേണ്ടി നേടി കൊടുത്ത ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചു. 2 ലോകകപ്പേ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള, ആ കളിച്ച 2 ലോകകപ്പ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയറുടെ ലെവലിൽ നിങ്ങളൊന്ന് ആലോചിക്കും. എന്നിട്ട് ഈ വൈഭവിനെയൊക്കെ പൊക്കി നടക്കുന്ന ഒരു വൈഭവിനെ കുറ്റം പറയാമെന്നല്ല ഒരിക്കലും. വൈഭവ് ഇസ് എ ടാലൻറ്റഡ് ബാറ്റ്സ്മാൻ, യങ് ഏജ്, ഇന്ത്യയുടെ ഭാവി സെൻസേഷണൽ ബാറ്റ്സ്മാൻ, ഇതെല്ലാം നമുക്കറിയാം. പിന്നെ ഇപ്പോൾ വൈഭവിനെ പിടിച്ച് ഫസ്റ്റിനുള്ളവർക്ക് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ആദ്യം 7 പേരിൽ 6 പേര് ലെഫ്റ്റ് ഹാൻഡേഴ്സ്, എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. വേൾഡ് കപ്പിൽ നിങ്ങൾ കണ്ടതല്ല, ഓഫ് സ്പിന്ന് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡേഴ്സ് നേരിടുന്നത് എങ്ങനെയാണ്. ആ കൂടി ശ്രേയസ് അയ്യർ മാത്രമേ ഉണ്ടാവും റൈറ്റ് ഹാൻഡ്, ബാക്കി എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ശിവൻ ദൂബെ, തിലക് വർമ്മ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷാൻ, ഇനിയിപ്പോൾ വൈഭവം കൂടി വന്നാൽ വൈഭവ്, അക്സർ പട്ടേൽ, എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സ്. ഇത് എതിർ ടീം, നല്ല എതിർ ടീമുകൾ സിമ്പിളായിട്ട് അത് യൂസ് ചെയ്യും നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക്. അതുപോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറേ പേജുകളാണ്. റീച്ച് കിട്ടാനാണ് ഈ പേജുകളൊക്കെ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ തുറന്ന കുറേ പേജ് കാണാം, അവരൊക്കെ റീച്ചിന് വേണ്ടി, വെറും റീച്ചിന് വേണ്ടി ചെയ്യുന്നത്. എന്നാൽ സ്വന്തം മലയാളി പയ്യൻ സഞ്ജു സാംസൺ ആണ്, അതൊരു കൺസിഡറേഷനിലൊന്നുമില്ല. അദ്ദേഹം കുറേ കളി ഫോം ഔട്ടായിട്ടാണ് ഈ പറയണതെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഒരു 3 കളി ഫോം ഔട്ട് ആകുമ്പോഴേക്കും വൈഭവിനെ ഇറക്കണം എന്ന് പറയുന്നവരോട് ഒന്നേ പറയുള്ളൂ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കളിച്ചിരിക്കും. അടുത്ത 2020 അതിൻ്റെ അടുത്ത 2020 സഞ്ജു ഒരു കിഡിലൻ സ്കോർ നേടിയിരിക്കും. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. കാരണം സഞ്ജു ഇസ് എ ടാലൻറ്റഡ് ബാറ്റ്സ്മാൻ. നമുക്കല്ലേ കൺസിസ്റ്റൻസി ഇത്തിരി കുറവായിരിക്കും എന്ന് വിചാരിച്ചാൽ ആരാണ് ഇന്ത്യൻ ടീമിൽ കൺസിസ്റ്റൻ്റായി കളിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഈ പറയണ ആരാണ് കൺസിസ്റ്റൻ്റ്? അഭിഷേക് ശർമ്മ പോലും കൺസിസ്റ്റൻസി ഇല്ലാത്ത ബാറ്റ്സ്മാനാണ്. അവർക്കൊക്കെ കുറേ ചാൻസ് അടുപ്പിച്ച് 11 കൊടുത്തോണ്ടാണ് അവരിപ്പോൾ എന്താ പറയുക, റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്തൊക്കെ ആയിട്ട് നിൽക്കണം. സഞ്ജുവിന് അങ്ങനെ അവസരങ്ങൾ കിട്ടിയിരുന്നപ്പോൾ തന്നെ സഞ്ജുവിന് ഇട്ട് കളിക്കുകയായിരുന്നു. 5ാം പൊസിഷനിൽ ഇറക്കുന്നു, 7ാം പൊസിഷനിൽ ഇറക്കുന്നു, 1 ഡൗൺ ഇറക്കുന്നു, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്ന ലോകകപ്പിന് മുമ്പ്. ഇതെല്ലാം സഹിച്ചിട്ട് വയർപ്പ് തുന്നിയിട്ട് കുപ്പായമായി സഞ്ജു സാംസൺ ഇന്നും ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതാരും കോട്ടയര ബലത്തിലല്ല, സ്വന്തമായി അധ്വാനിച്ച് നേടിയ ആ ഒരു ടാലൻറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഇനിയും തുടരും. സഞ്ജു സാംസൺ തുടർന്നിരിക്കും.